ബിഗ് ബോസ് സീസൺ 6 പുതിയ ക്യാപ്റ്റൻ ജിൻഡോ. അപ്പോൾ ജിൻഡോന്റെ കളികൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. ഇതുവരെ കണ്ടതൊന്നുമല്ല, കളി ഇനി കാണാൻ പോകുന്നതാണ് കളി എന്നാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു തവണ പവർ റൂമിൽ കയറി വൻ നെഗറ്റീവായിട്ട് ഇറങ്ങി വന്ന ഒരാളാണ്. അതിനുശേഷം പവർ റൂമിൽ കിടന്ന് തന്നെ പുള്ളി നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും റസ്മിൻ ആയാലും നല്ല രീതിയിൽ ഒരു മനുഷ്യനെ ടോർച്ചർ ചെയ്യുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിലൊക്കെ കൈവിട്ട് പോകാണ്ട് പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ആ പുള്ളി ഇനി കാണിക്കാൻ പോകുന്ന കളികൾ വേറെ ലെവൽ കളികളായിക്കോളും. കാരണം കണ്ടിരുന്ന നമ്മൾ വരെ പ്രേക്ഷകരെ വരെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടെത്തിച്ചിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ആ റസ്മിൻ്റെയും ഗബ്രിയുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനത്തെ രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും വേറെ ആരാണെങ്കിലും കൈ വെച്ചിട്ട് ഫിസിക്കൽ അസോൾട്ടിന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ എത്തിയിട്ട് പോലും ആ ഒരു മനുഷ്യൻ കൺട്രോൾ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ പുള്ളി ഞാൻ പൂർണ്ണമായിട്ടും ന്യായീകരിക്കുന്നതല്ല, പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് പോലും അവിടെ കൺട്രോൾ ചെയ്ത് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്ക് ഈ ഗെയിമിനോട് ഈ പ്ലാറ്റ്ഫോമിനോടുള്ള ഡെഡിക്കേഷനാണ് അവിടെ കാണുന്നത്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് ജയിച്ചിട്ടേ പോകും എന്നുള്ളൊരു വാശിയിൽ വേറൊരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഇതിൻ്റെയൊക്കെ പേരിൽ അവിടെ നിന്ന് പുറത്ത് പോകില്ല എന്നുള്ളൊരു വാശി ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ചിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ്, സാധാരണ സൺഡേ എപ്പിസോഡുകൾ ഞാൻ അധികം അങ്ങനെ കാണാനൊരു ആകാംക്ഷ വരാറില്ല. കാരണം സാറ്റർഡേ എപ്പിസോഡിൽ കത്താനുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കത്തിച്ച് തീർത്തിട്ട് സൺഡേ എപ്പിസോഡ് ഒരു കൂൾ മൈൻഡിൽ പോകുന്നതായിരുന്നു. പക്ഷേ സാറ്റർഡേ എപ്പിസോഡിനേക്കാൾ ഒരുപടി മേലെ നിൽക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. കാര്യം വിഷു എപ്പിസോഡൊക്കെ ഒരു സൈഡിലൂടെ മാറി നിന്നിട്ടുണ്ടെങ്കിലും ലാലേട്ടൻ മാറ്റി വെച്ചിരുന്ന സബ്ജക്റ്റ്, അതായത് പ്രേക്ഷകർ ഒന്നടങ്കം ചോദിച്ചൊരു കാര്യം, ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ് എന്താണ് എന്ന് ചോദിച്ചത്. അത് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഇങ്ങനത്തെ കേസുകളിൽ ഇടപെടാറില്ല. അതായത് ജസ്റ്റ് ഒന്നോ രണ്ടോ കമൻ്റ് അടിച്ചിട്ട് വിടുന്നതല്ലാണ്ട് ഇങ്ങനത്തെ കേസുകളിലോട്ട് എക്സ്ട്രീമായിട്ട് ഇറങ്ങിച്ചെന്ന് കുത്തി ചോദിക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ ലാലേട്ടൻ കാണിക്കാറില്ല. പക്ഷേ ആ ലാലേട്ടനെ വരെ ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഡേർട്ടി ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് പ്രേക്ഷകരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്, ഇത് വേണ്ട, നമുക്ക് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനാണ് ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും സ്റ്റോറി. അപ്പോൾ എനിക്ക് അതിൽ പറയാനുള്ളത്, എനിക്ക് ഇത്രയും പ്രൊവോക്കാവാനുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രേക്ഷകരെ അടക്കം അവർ വെല്ലുവിളിച്ചതാണ്. അതായത് കാണുന്ന നമ്മൾക്കാണ് കുറ്റം, സമൂഹത്തിനാണ് കുറ്റം. അവരെ കുറ്റം പറയുന്നവരെയൊക്കെ 80കളുടെ വസന്തം എന്ന് പറയുകയും നമ്മളൊക്കെ കാണുന്ന കണ്ണിൻ്റെ കുഴപ്പം, നമ്മുടെ ചിന്താഗതികളാണ് തെറ്റ്, അവരാണ് ശരി എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് അതിൻ്റെ അകത്ത് കൈപിടിച്ച് എല്ലാ ക്യാമറയുടെയും മുന്നിൽ കൈവിടാണ്ട് എല്ലാ ക്യാമറയുടെയും മുന്നിൽ നടന്ന് നമ്മളെല്ലാവരും വെല്ലുവിളിച്ച്. സത്യം പറഞ്ഞാൽ ആരാണ് ഇവർക്ക് വോട്ട് ചെയ്തത്? ഇവർക്ക് വോട്ട് ചെയ്ത് ഓരോരുത്തർക്കും ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കണം. അതായത് ജാസ്മിനോടും ഗബ്രിയോടും അല്ല ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് വോട്ട് കൊടുത്തത്. അതായത് കണ്ടന്റ് വേണമെന്നുള്ള രീതിയിൽ വോട്ട് കൊടുക്കാം, ഓക്കെ. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്ന് വന്നതിന് ശേഷവും പ്രേക്ഷകർ കാണുന്ന നമ്മൾ കൊടുക്കുന്ന വോട്ടിൽ അവിടെ നിന്ന് പോകുന്ന ആളുകൾ നമ്മളെ തന്നെ വെല്ലുവിളിക്കുമ്പോൾ അവിടെ ഗെയിമും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് വോട്ടിങ്ങിൽ അവിടെ പുറത്ത് കളയണമായിരുന്നു എന്ന് തന്നെ ഞാൻ പറയുന്നത്. കണ്ടന്റ് മാറ്ററാണ്, അതിന് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മളെപ്പോലുള്ള പ്രേക്ഷകരെ നമ്മൾക്കാണ് കുഴപ്പം, അവർ കാണിക്കുന്നത് ശരി എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ ഈ പറഞ്ഞ ഗബ്രിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ പലതും ഇപ്പോൾ പഴയ എപ്പിസോഡുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ റിലേഷൻഷിപ്പ് പ്യുവറാണ്, അവർ കാണുന്നത് നമ്മളൊക്കെയാണ് കുറ്റം, അങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന്, അതായത് ബിഗ് ബോസിൻ്റെ ഫേവറേറ്റ് പേഴ്സൺ, ബിഗ് ബോസ് ഇത്രയും പാമ്പർ ചെയ്ത് കൊണ്ടെടുക്കുന്ന വേറെ കണ്ടസ്റ്റൻ്റ് ഇല്ല, ജാസ്മിൻ. വേറെ ആർക്കും കിട്ടാത്തൊരു അവസരം ജാസ്മിന് കിട്ടി. വീട്ടിൽ നിന്ന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നമുക്കെല്ലാവർക്കും അറിയാം. അതിന് പിന്നെ നമ്മൾ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. അങ്ങനെ കൊണ്ടുനടക്കുന്ന ജാസ്മിന് ഇത്രയും കാര്യങ്ങൾ നെഗറ്റീവാണ് പുറത്തുനിന്ന് കിട്ടിയിട്ട് സ്വന്തം വാപ്പ പറഞ്ഞിട്ട് പോലും മാറാണ്ട് ഗബ്രിയുടെ കൂടെ അങ്ങനെ തന്നെ നടന്നു, പിടിച്ച കൈ വിടാണ്ട് നടന്നു. നമ്മളെല്ലാവരും വെല്ലുവിളിച്ച് നടന്ന സിറ്റുവേഷനിൽ എല്ലാവർക്കും കുറ്റമെന്ന് പറഞ്ഞ കാണുന്നവർക്കാണ് ഇതിനെപ്പറ്റി നെഗറ്റീവായിട്ട് പറയുന്നവർക്കാണ് കുറ്റമെന്ന് പറഞ്ഞാൽ ഗബ്രിയുടെ വീട്ടിൽ നിന്ന് ഇന്ന് വിശ്വസ് പറയാൻ വന്നവർ എന്തുകൊണ്ട് ഒരു വിഷുവിൻ്റെ വിശ്വസ് പറഞ്ഞുകൊണ്ട് പോയില്ല? അവരെന്തുകൊണ്ട് നീ ഒറ്റക്ക് നിന്ന് കളിക്കൂ, നീ കളിക്കുന്നത് നീ മാറി നിന്ന് കളിക്കുന്നു ക്ലൂ തന്നെയാണ് കൊടുത്തത്. ഡയറക്റ്റ് ക്ലൂ ആണ് കൊടുത്തത്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്ലൂ അല്ല. അവർ വിഷു പറയാനുള്ള ഒരു ചാൻസിൽ അവർ ഡയറക്റ്റായിട്ട് കൊടുത്തു. ബിഗ് ബോസ് ഹൗസിലെ 19 പേരും പറഞ്ഞതല്ല അവർക്ക് മാറ്റർ ആയിരുന്നു, ലാലേട്ടൻ പറഞ്ഞതല്ല. ഗബ്രി ഇന്ന് ഇപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നത്. കാരണം എന്താണ്, സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗബ്രിയുടെ വീട്ടുകാർ 80കളുടെ വസന്തമാണോ? ഇവൻ തന്നെയല്ലേ പറഞ്ഞത് ഇതിനെ തെറ്റായിട്ട് കാണുന്നവർക്കാണ് പ്രശ്നമെന്ന്. അപ്പോൾ എൻ്റെ വീട്ടുകാർ 80കളുടെ വസന്തം ആണെന്ന് പറയണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇതിനൊന്നും മറുപടി പറയാനല്ലേ? അതിനെ ചോദ്യം ചെയ്ത് എല്ലാവർക്കും എതിരെ സംസാരിച്ചു. അവൻ്റെ വീട്ടിൽ നിന്ന് വന്ന് ഇത്രയും വലിയൊരു ക്ലൂ കൊടുത്തിട്ട് അതിനെപ്പറ്റി ഒരു വാക്ക് പോലും അവൻ മിണ്ടുന്നില്ല. നമ്മളെല്ലാവരും ഒന്നടങ്കം അധിക്ഷേപിച്ച് പറഞ്ഞ ഒരാളാണ് ഗബ്രിയോട് ഒറ്റ കാര്യം പറയും, പ്ലീസ് സ്റ്റോപ്പ് ദിസ്, ക്വിറ്റ് ദ ഷോ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ ഷോയിൽ നീ വേണ്ട, നിൻ്റെ കണ്ടൻറ്റ് വേണ്ട, അത്രേ പറയാനുള്ളൂ. നമ്മൾ മടുത്തു, കണ്ട് മടുത്തു. ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഇത്രയും പേര് പറഞ്ഞു. ലാലേട്ടൻ വരെ വന്നു. ലാലേട്ടൻ്റെ ലെവല്, ലാലേട്ടൻ നിൽക്കുന്ന പൊസിഷനിൽ താഴെ ഇറങ്ങി വന്ന് നിന്നോട് പറഞ്ഞിരിക്കുകയാണ്. ഇനി അല്പമെങ്കിലും നിനക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ, ഒരു ഇത്രയെങ്കിലും നീ പറയുന്ന വാക്കുകൾക്ക് ഒരു വില ഉണ്ടെങ്കിൽ നീ ആ ഷോ ക്വിറ്റ് ചെയ്ത് പോകണം, അത്രേ പറയാനുള്ളൂ. ഒരാൾ പോലും നിനക്ക് സപ്പോർട്ടില്ല.
അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് നമുക്ക് വിടാം. ഇനി വരാൻ പോകുന്നത് നാളെ മുതൽ ജാസ്മിൻ്റെ പൊട്ടിത്തെറികളായിക്കോളും. അപ്പോൾ ജാസ്മിൻ ഇനി കാണിക്കാൻ പോകുന്നത്, ജാസ്മിനെ ബിഗ് ബോസ് അവിടെ നിർത്തും. എത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ജാസ്മിൻ അവിടെ നിർത്തും എന്നുള്ളൊരു ബോധ്യം ജാസ്മിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോണ് ഇന്നിപ്പോൾ കണ്ടത്, മൈക്ക് ഇടാത്തതിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഇനി പൊട്ടിത്തെറിയാൻ പോകുന്നത്, കൈ കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ലൊരു എര എന്ന് പറഞ്ഞാൽ, ജാസ്മിന് ഏറ്റവും നല്ലൊരു എര എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോ ആയിക്കോളും. അപ്പോൾ ജിൻഡോ ജാസ്മിൻ കണ്ടന്റുകളായിക്കോളും ഈ വീക്ക് നിറഞ്ഞു നിൽക്കാൻ പോകുന്നത്. കാരണം എല്ലാവരും വൈൽഡ് കാർഡായിട്ട് വന്നവരെല്ലാവരും സൈഡായി പോകാൻ പോകുന്ന സിറ്റുവേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ജിൻഡോൻ്റെ ക്യാപ്റ്റൻസിയിലുള്ള അഴിഞ്ഞാട്ടവും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്നതിൻ്റെ റിയാക്ഷൻ ആയിട്ടുള്ള ജാസ്മിൻ്റെ അഴിഞ്ഞാട്ടവും രണ്ടും കൂടി ക്ലാഷ് ആയിട്ട് ഒരു 1.5 വീക്കായിക്കോളും ഈ വീക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതിൽ ജിൻഡോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തൻ്റെ വാക്കുകൾ സൂക്ഷിച്ച് കണ്ടു നിന്ന്. ഇപ്പോൾ ഒരു ജാസ്മിനായിട്ടൊരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തൻ്റെ ഭാഗത്താണ്, ജിൻഡോൻ്റെ ഭാഗത്തായിക്കോളും 100% ന്യായവും. ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കളിച്ച് കയറുകയാണെങ്കിൽ ഈ ഒരു വീക്ക് കൊണ്ട് തന്നെ നല്ലൊരു സ്ഥാനം ഉറപ്പിക്കാൻ പറ്റും ജിൻഡോന്. ഇതിനപ്പുറത്തോട്ട് വേറെ ഒരു ചാൻസും ഇല്ല. ഇതൊരു ഗോൾഡൻ ചാൻസാണ് ജിൻഡോ. കാരണം ഇത്രയും വൻ ഭൂരിപക്ഷത്തോടു കൂടി കയറി വന്ന് ക്യാപ്റ്റനായിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ലൈവിൽ അവരുടെ സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് വെച്ചാൽ സായി കൃഷ്ണ ആയാലും നമ്മുടെ സെബിനായാലും ജിൻഡോനെ മുന്നിൽ നിർത്തി കളിക്കാനുള്ള പ്ലാനാണ്. പക്ഷേ ജിൻഡോ അങ്ങനെ ഒരാളുടെ ഒരു പപ്പറ്റായിട്ട് നിന്ന് കൊടുക്കില്ല. കാര്യം അവരുടെ കൂടെ നിന്ന് ചിരിച്ചും കളിച്ച് സംസാരിക്കുമ്പോൾ ജിൻഡോ വൺമാൻ ആർമിയാണ്, ഒറ്റക്ക് നിന്ന് കളിക്കുള്ളൂ. ഒരാൾക്കും ജിൻഡോനെ വെച്ച് പ്ലേ ചെയ്യാൻ പറ്റില്ല. അത് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും സൂക്ഷിച്ചാണ്. ഇന്ന് തന്നെ സെബിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, നമ്മളൊക്കെ എത്ര പ്രാക്ടീസ് ചെയ്ത് ഡാൻസ് ചെയ്ത് എത്ര കൊറിയോഗ്രാഫി ചെയ്തൊക്കെ ഡാൻസ് കളിക്കാനും കാര്യങ്ങളൊക്കെ നിന്നാലും ജിൻഡോ വന്ന് 2 സ്റ്റെപ്പ് ഇട്ട് ജിൻഡോ എപ്പിസോഡ് തൂക്കുമെന്ന് പറഞ്ഞു. കറക്റ്റാണ്. അവരൊക്കെ എത്ര പെർഫോം ചെയ്താലും ആ ഒരു സ്വാഗ്, അതായത് ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ജിൻഡോന് കിട്ടുന്നത് വേറെ ലെവലാണ്. അപ്പോൾ അങ്ങേരോട് മുട്ടാൻ പോകുന്ന ജാസ്മിൻ വളരെ സൂക്ഷിക്കണമെന്നേ പറയാനുള്ളൂ. എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ് ജാസ്മിൻ്റെ എക്സ്ട്രീമിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആണെന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. ജാസ്മിൻ ഈ ആടിനെ പട്ടിയാക്കുന്നത് പറഞ്ഞ് എല്ലാവരും കമൻറ്റ് ചെയ്യാറില്ല, ആ ഒരു സ്വഭാവം കറക്റ്റാണ്. ഇനി മുതൽ ജാസ്മിൻ വേറെ ലെവൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കാൻ ഒരു 80% ചാൻസ് ഉണ്ട്. അതായത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. കാരണം ഹൗസിലുള്ള ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യും ഈ ഒരു വിഷയത്തിൽ, ഗബ്രിയുടെ ഒരു വിഷയത്തിൽ. ഗബ്രിക്ക് ഇനി കണ്ടന്റുകളില്ല, ഗബ്രിയുടെ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഗബ്രി ക്വിറ്റ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു എലിമിനേഷനിലൊന്ന് പുറത്തായി പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നടക്കേണ്ടാവും. അപ്പോൾ സ്വയം തോന്നി ബോധം ഉണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോകണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊമോ നമുക്ക് കിട്ടിയേക്കണം. അപ്പോൾ ഇന്ന് നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം. അതുവരെ ബൈ.